നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ എർത്ത് സാറ്റലൈറ്റ്സ് ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാറ്റലൈറ്റ്സ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എർത്ത് സാറ്റലൈറ്റ്സ് മീൻസ് ദി ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൌണ്ട് ദി എർത്ത്. എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെയാണ് എർത്ത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. Their motion is very similar to the motion of planets around the sun, and hence Kepler's laws of planetary motion are equally applicable to them. അപ്പോൾ സാറ്റലൈറ്റ്സിന്റെ മൂവ്മെന്റ് എന്നത് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് സാറ്റലൈറ്റ്സ് എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിന്റെ ചുറ്റും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിലാണ് സാറ്റലൈറ്റ്സ് മൂവ് ചെയ്യുക. അവിടെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ സാറ്റലൈറ്റ്സിന്റെ കേസിലും ശരി തന്നെയാണ്. Okay, now there are two types of satellites. ഏതൊക്കെയാണ്? നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സ്വതവേ പ്രകൃതിയിലുള്ള സാറ്റലൈറ്റ്സ് ആണ് നാച്ചുറൽ സാറ്റലൈറ്റ്സ്. അതേസമയം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് ആണ്. മൂൺ ആണ് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് തന്നെ നമുക്ക് ധാരാളം എക്സാമ്പിൾസ് അറിയാം. ഇൻസാറ്റ് പോലെയുള്ള സാറ്റലൈറ്റ്സ്, ദെൻ യൂസ് ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് പർപ്പസ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് സാറ്റലൈറ്റ്സിൻ്റെ, ഒരുപാട് യൂസസ് ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ്. എന്താണ് ഓർബിറ്റൽ സ്പീഡ്? It is the speed with which a satellite revolves round a planet. ഒരു പ്ലാനറ്റിന് ചുറ്റും സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡിനാണ് ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയാം. അപ്പോൾ ഓർബിറ്റൽ സ്പീഡ്, അതായത് എത്ര സ്പീഡിലാണ് ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ എർത്തിൻ്റെ കേസിലാണെങ്കിൽ എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത് എത്ര സ്പീഡിലാണ്, ആ ഒരു സ്പീഡാണ് ഓർബിറ്റൽ സ്പീഡ്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കല്ല്, ചരടിൽ കെട്ടിയ ഒരു കല്ല് നമ്മളിങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കുമ്പോൾ അവിടെ ആ കല്ലിൽ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട് അല്ലേ. ആ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരം മൂവ്മെന്റിന് ആവശ്യമായ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. എന്താണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളൊരു ചരടിൽ കല്ല് കെട്ടി ചുറ്റിക്കുമ്പോൾ അവിടെ ആ കല്ലിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വാട്ട് പ്രൊവൈഡ്സ് ദാറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? എന്താണ്? ആ ചരടിലൂടെ നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ്, അതാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒരു സാറ്റലൈറ്റ് പ്ലാനറ്റിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ആരാണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? ഇതേപോലെ ചരടൊന്നുമില്ല അല്ലെ. സാറ്റലൈറ്റും എർത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. Okay, so the centripetal force required for the movement of the satellite is provided by the gravitational force between Earth and the satellite. അപ്പോൾ നമുക്കറിയാം, മൂൺ when it moves around the earth, മൂണും എർത്തും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതേപോലെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും എർത്തും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ആ സാറ്റലൈറ്റിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയോടുകൂടി എർത്തിൻ്റെ ചുറ്റും മൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ സ്പീഡ്. ഓക്കെ, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ്സ് or centripetal force is provided by the gravitational force. നോക്കാം എന്താണ് ഇക്വേഷൻ. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ആൻഡ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല നമുക്കറിയാം, mv²/r. അപ്പോൾ ഇവിടെ mvo² ഡിവൈഡഡ് ബൈ re പ്ലസ് h. re റേഡിയസ് ഓഫ് എർത്ത് ആണ്,vo ഓർബിറ്റൽ സ്പീഡ്, h ഹൈറ്റ് ഓഫ് ദി ഓർബിറ്റ്, അതായത് ഏത് ഹൈറ്റിലാണ് ഈ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്നത്, ആ ഹൈറ്റ് ആണ് h. അപ്പോൾ mv²/r, സോ mvo²/re പ്ലസ് h ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, gmem/r².
RE plus H the whole square. ആ സാറ്റലൈറ്റിന്റെ പൊസിഷനിൽ ആ സാറ്റലൈറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് RE plus H the whole square. അതിൽ നിന്ന് m നോക്കൂ, ന്യൂമറേറ്ററിൽ രണ്ട് സൈഡിലും m ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്ററിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ RE plus H ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ RE plus H the whole square. അപ്പോൾ അവിടെ ഒരു RE plus H ക്യാൻസൽ ചെയ്യാം. Then what remains? VO square equal to GME divided by RE plus H, or VO equal to square root of GME divided by RE plus. ഇവിടെ VO, that gives you the orbital speed of the satellite. So VO equal to square root of GME divided by RE plus H. ഇതാണ് സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ സ്പീഡിനുള്ള ഇക്വേഷൻ. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി എക്സ്പ്രസ് ചെയ്യാം. അതായത് GME by RE square equal to G, നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണ്. അതിൽ നിന്ന് GME equal to GRE square. ഓക്കെ, GME equal to GRE square. അത് GMEക്ക് പകരം GRE square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get VO equal to square root of GRE square divided by RE plus H. VO equal to square root of GRE square by RE plus H. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും that give you the expression for orbital speed of a satellite. ഈ സ്പീഡ് ഇറ്റ് ഡിക്രീസസ് വിത്ത് ഹൈറ്റ് ഓഫ് ദി ഓർബിറ്റ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ഓർബിറ്റൽ സ്പീഡ് കുറയും. കാരണം എച്ച് താഴെ വരുന്നുണ്ടല്ലോ, RE plus H. So as height increases, the orbital speed of the satellite decreases. And if the satellite is close to the surface of Earth, then RE plus H can be approximately taken to be RE. H ചെറുതാണെങ്കിൽ, എർത്തിൻ്റെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ RE plus Hന് പകരം നമുക്ക് RE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ VO ഈക്വൽ ടു GRE സ്ക്വയർ ബൈ RE ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് GRE. ഓക്കെ, അപ്പോൾ VO ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് GRE ഫോർ സ്മോൾ ഹൈറ്റ്സ്. ഇതേ രീതിയിലൊരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിരുന്നു. എന്തിൻ്റെ എക്സ്പ്രഷനാണ്? എസ്കേപ്പ് സ്പീഡ് അല്ല, എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് 2GRE. ഇപ്പോൾ ഓർബിറ്റൽ സ്പീഡിന്റെ എക്സ്പ്രഷൻ VO ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് GRE. സോ യു ക്യാൻ ഹാവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു. എന്താണ്? എസ്കേപ്പ് സ്പീഡ് ഈക്വൽ ടു √2 ടൈംസ് ഓർബിറ്റൽ സ്പീഡ്. അപ്പോൾ ആ ഒരു റിലേഷൻ ഓർത്തിരിക്കുക, VE ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2VO. ഓക്കെ, ഇനി എന്താണ് ടൈം പീരീഡ്? ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഇസ് ദ ടൈം ടേക്കൺ ബൈ എ സാറ്റലൈറ്റ് ടു കംപ്ലീറ്റ് വൺ ഓർബിറ്റൽ മോഷൻ അറൗണ്ട് ദ എർത്ത്. എന്താണ്? ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഒരു പ്രാവശ്യം മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം പീരീഡ് എന്ന് പറയാം. ഓക്കെ, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓർബിറ്റൽ മോഷൻ. അപ്പോൾ എർത്തിന് ചുറ്റും ഒരു തവണ മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം പീരീഡ് എന്ന് പറയാം. അതിനുള്ള ഒരു ഇക്വേഷനും കൂടി നോക്കാം നമുക്ക്. ടൈം നമുക്ക് അറിയാം എങ്ങനെയാണ് കണ്ടെടുത്ത? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഈക്വൽ ടു അല്ലെങ്കിൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഓർ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ടൈം നമ്മൾ എടുക്കുന്ന ഒരു ടൈം പീരീഡ്, ഒരു പ്രാവശ്യം മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഡിസ്റ്റൻസ് 2πr. എന്തുകൊണ്ട് 2πr? സർക്കുലർ ഓർബിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 2πr, ഓർ 2π ഇൻറ്റു RE plus H. ഹൈറ്റ് H ആണെങ്കിൽ, ഓർബിറ്റ് H ഹൈറ്റിലാണ് ഉള്ളതെങ്കിൽ 2π ഇൻറ്റു RE plus H. സ്പീഡ് VO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും T ഈക്വൽ ടു 2π ഇൻറ്റു RE plus H ഡിവൈഡഡ് ബൈ VO, വെലോസിറ്റി, ഓർബിറ്റൽ സ്പീഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ റൂട്ട് ഓഫ് GRE സ്ക്വയർ ബൈ RE plus H. ദാറ്റ് ഈസ് 2π RE plus H into square root of RE plus H divided by GRE square. Okay, square root of RE plus H divided by GRE square, which can be written as RE plus H root of RE plus H. അത് രണ്ടും ചേർത്തിട്ടാണ് RE plus H raised to 3/2 എന്ന് എഴുതിയത്. So T equal to 2π into RE plus H all raised to 3/2.
ഓക്കെ, മേലെ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുക, RE പ്ലസ് എച്ച് ഉണ്ട്, അവിടെ RE പ്ലസ് എച്ച് റേസ് ടു 1 ആണത്. റൂട്ട് RE പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ RE പ്ലസ് എച്ച് റേസ് ടു ഹാഫ്. അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ടാണ് RE പ്ലസ് എച്ച് ഓൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് GRE സ്ക്വയർ. ഇനി GRE സ്ക്വയറിന് GME എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മറ്റൊരു ഫോം എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ 2π ഇൻറ്റു RE പ്ലസ് എച്ച് ഓൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ GME. Okay, this is the expression for time period of a satellite. ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ആണത്. അപ്പോൾ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RE പ്ലസ് എച്ച് ഓൾ റേസ് ടു 3/2 അല്ല, ആ രീതിയിൽ നമുക്ക് എടുക്കാം. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണല്ലോ. ഇനി ഈ ഒരു ഇക്വേഷൻ സ്ക്വയർ ചെയ്യാണെന്ന് വിചാരിക്കുക. സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു 4π സ്ക്വയർ RE പ്ലസ് എച്ച് ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ GME എന്ന് കിട്ടും. സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഉള്ള ടേം സ്ക്വയർ റൂട്ട് ഒഴിവാകുമല്ലോ. സോ RE പ്ലസ് എച്ച് ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ GME ഓർ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു RE പ്ലസ് എച്ച് ഓൾ ക്യൂബ് റേസ് ടു 3/2. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? റേസ് ടു 3/2 ഇൻറ്റു 2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ക്യൂബ് എന്ന് എഴുതിയത്. സോ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു RE പ്ലസ് എച്ച് ഓൾ ക്യൂബ്. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. 4π സ്ക്വയർ GME എല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു RE പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് ഓർ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു A ക്യൂബ്. എന്താണ് അവിടെ RE പ്ലസ് എച്ച്? ഏത് ഹൈറ്റിലാണ് ഓർബിറ്റ് ഉള്ളത്? അതായത് എർത്തിന്റെ സെൻട്രൽ നിന്ന് ഓർബിറ്റ് വരെയുള്ള ഹൈറ്റ്, അതാണ് നമ്മളിവിടെ A എന്നെടുത്ത് ഡിനോട്ട് ചെയ്തത്. RE പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ അതാണല്ലോ എർത്തിന്റെ സെൻട്രൽ മുതൽ ഓർബിറ്റ് വരെയുള്ള ഹൈറ്റ്. സോ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു A ക്യൂബ്. അപ്പോൾ ഈ ഒരു കാര്യം എവിടെയും കണ്ടു പരിചയമുണ്ടോ? യെസ്, എവിടെയാണ്? ദിസ് ഈസ് കെപ്ലർസ് ലോ ഓഫ് പീരിയഡ്സ്. ഓക്കെ, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു A ക്യൂബ് കെപ്ലർസ് ലോ ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത എന്താണ്? സാറ്റലൈറ്റ് ഒബേ കെപ്ലർസ് ലോസ്. സാറ്റലൈറ്റ്സ് ഒബേ കെപ്ലർസ് ലോസ്. ഈ ഒരു പെർട്ടിക്കുലർ ലോ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. സാറ്റലൈറ്റ്സിന്റെ കേസിൽ ഇത് ശരിയാണെന്നുള്ളത്. അപ്പോൾ ഇഫ് യു കൺസിഡർ എ സാറ്റലൈറ്റ് വെരി ക്ലോസ് ടു ദ സർഫസ് ഓഫ് എർത്തിന്റെ സർഫസിനോട് വളരെ അടുത്തുള്ള ഒരു സാറ്റലൈറ്റ് ആണെങ്കിൽ RE പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു RE എന്നെടുക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയറിന് പകരം 4π സ്ക്വയർ RE ക്യൂബ് ഡിവൈഡഡ് ബൈ GMEക്ക് പകരം GRE സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓർ ടി ഈക്വൽ ടു 2π RE ക്യൂബ് മേലെ RE സ്ക്വയർ താഴെ. അപ്പോൾ 2π സ്ക്വയർ റൂട്ട് ഓഫ് RE ഡിവൈഡഡ് ബൈ G. ഓക്കെ, 2π സ്ക്വയർ റൂട്ട് ഓഫ് RE ഡിവൈഡഡ് ബൈ G. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സസ്. അതായത് പ്ലാനറ്റും സാറ്റലൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാറ്റലൈറ്റും എർത്തും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിന്റെ പകുതിയായിട്ടാണ് വരിക RE പ്ലസ് എച്ച്. അപ്പോൾ കെപ്ലർസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ, ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.